രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തിയാൽ തടയുമെന്നാണ് ഡിവൈഎഫ്ഐയുടെ രീതി. പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ലെന്ന് ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവൻ പറഞ്ഞിട്ടുണ്ട്. മലമ്പുഴ യക്ഷിക്ക് വാട്സ്ആപ്പ് നമ്പർ ഉണ്ടായിരുന്നെങ്കിൽ രാഹുൽ അതിലും മെസ്സേജ് അയച്ചേനെ എന്നാണ് ജയദേവൻ പരിഹസിച്ചത്. ഞങ്ങൾ അദ്ദേഹത്തെ ഒരിക്കലും ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന രൂപത്തിലുള്ള വലിയ സമരങ്ങളല്ല ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഞങ്ങൾ പറഞ്ഞല്ലോ, രാഹുൽ ഇന്നേ വരെ കണ്ടിട്ടുണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടുള്ളത് രാഷ്ട്രീയ നാടകങ്ങളാണ്. പക്ഷെ ആ നാടകത്തിനപ്പുറത്തായി നിന്ന് ഡിവൈഎഫ്ഐയുടെ സമരം എന്താണെന്നുള്ളത് രാഹുൽ അറിയും. അത് ഈ പാലക്കാട് എത്തുമ്പോൾ അദ്ദേഹം അറിയുക തന്നെ ചെയ്യും. പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, ശനിയാഴ്ച രാഹുൽ പാലക്കാട്ടേക്ക് എത്തുമെന്നുള്ള സൂചനകൾ വരികയാണ്. മണ്ഡലത്തിൽ വീണ്ടും സജീവമാകാനുള്ള ഒരുക്കങ്ങൾ ഉണ്ട് എന്നുള്ളതും അണിയറയിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരങ്ങളാണ്. ഈ ഘട്ടത്തിൽ പാലക്കാട്ടെ ഡിവൈഎഫ്ഐയുടെ നിലപാട് എന്താണ്? വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കണം? സംഗീത സെക്രട്ടറി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാഹുൽ ശനിയാഴ്ച മണ്ഡലത്തിലേക്ക് എത്താനുള്ള സൂചനകൾ പറയുമ്പോൾ 2 ദിവസം ഞായറാഴ്ച കൂടി നിന്നതിന് ശേഷം തിങ്കളാഴ്ച ഇവിടെ നിന്ന് പോകുന്ന രീതിയിലാണ് കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതാണെന്ന് പ്രാഥമികമായി നമുക്ക് ലഭിക്കുന്ന സൂചന. അങ്ങനെ രാഹുൽ എത്തുകയാണെങ്കിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരിക്കും പാലക്കാട് ഉണ്ടാകുക. ഡിവൈഎഫ്ഐയും SFIയും അതുപോലെ തന്നെ BJPയും ഇന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട് തങ്ങളെല്ലാം സമരവുമായി രംഗത്തുണ്ടാകും. ഒരു തരത്തിലും രാഹുലിനെ പൊതുപരിപാടികളിലോ MLA എന്ന നിലയിൽ പരിപാടികളിലോ പങ്കെടുക്കാൻ കഴിയുന്നത് അനുവദിക്കില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഈ ഘട്ടത്തിൽ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഇത്തരത്തിൽ MLA ഓഫീസിൽ ഇരിക്കാൻ അനുവദിക്കുമോ എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് MLA ഓഫീസിൽ ഇരിക്കുന്നത് MLA എന്ന നിലയിലാണ്, അതിനനുവദിക്കില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടേക്കും പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് വരുന്ന രാഹുൽ പാലക്കാട്ടേക്ക് വന്നാൽ സമാനതകളില്ലാത്ത സമരങ്ങളായിരിക്കും ഉണ്ടാകുക എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. അത്തരത്തിൽ വലിയ സമരങ്ങളാണ് സംഘടനകളൊക്കെ തന്നെയും ആസൂത്രണം ചെയ്യുന്നത്. മാത്രമല്ല ഇതിനോടകം തന്നെ വീട് കയറിയുള്ള ക്യാമ്പയിനുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് LDFിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ BJPയും ഇത്തരത്തിൽ വീട് കയറിയുള്ള ക്യാമ്പയിൻ രാഹുലിനെതിരായി നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ രാഹുൽ മണ്ഡലത്തിലേക്ക് എത്തുകയാണെങ്കിൽ വലിയ സമരങ്ങൾ ആസൂത്രണം ചെയ്യാനാണ് രാഷ്ട്രീയ പാർട്ടികളുടെ തീരുമാനം. ഇന്ന് രാഹുൽ സംസാരിച്ചതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അവരെല്ലാം സൂചിപ്പിച്ചു. എവേസീവ് റെസ്പോൺസിന്റെ ഏതാണ്ട് ക്ലാസിക്കൽ ഉദാഹരണമായിരുന്നു. ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ തനിക്ക് പറയാനുള്ളത് മാത്രം പറഞ്ഞു പോകുന്ന ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പാലക്കാട് എത്തുമ്പോഴും സമാനമായി ഇത്തരത്തിൽ ഈ പ്രതിഷേധങ്ങളോട് എങ്ങനെ രാഹുൽ പ്രതികരിക്കും, എങ്ങനെയായിരിക്കും അതിനെ നേരിടുക എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ സംഘടനാ മിഷനറി ഒന്നും രാഹുലിന് സംരക്ഷണം ഒരുക്കില്ല എന്ന് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതാണ്ട്. പക്ഷേ അതിന് പിന്നാലെ തന്നെ കോൺഗ്രസിന്റെ ഇവിടുത്തെ കൗൺസിലർമാർ ഉൾപ്പെടെ രാഹുലിന് കവചമൊരുക്കുമെന്ന് ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. രാഹുൽ വന്നാൽ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകരായിട്ടുള്ള അനുഭാവികളായിട്ടുള്ള ആളുകൾ ഈ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ സംരക്ഷണം നൽകാൻ വേണ്ടി രംഗത്തിറങ്ങുമോ, അങ്ങനെ ഇറങ്ങിയാൽ അതിന് കോൺഗ്രസ് നേതൃത്വം അത് ഓൺ ചെയ്യുമോ? ഈ 2 കാര്യങ്ങളാണ് അറിയേണ്ടത്. ഏതാണെങ്കിലും രാഹുൽ പാലക്കാട്ടത്ത് എത്തിയാൽ അത് വലിയ സമരങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ആകും വഴിവെക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഇനി കണ്ടറിയാനുള്ളത്. സംഗീത സെക്രട്ടറി. ശരി അജിത്ത്, വ്യക്തമാണ്.